ജമ്മു കശ്മീരിലെ ധീര സൈനികരോട് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് ഒരൊറ്റ കാര്യം: കശ്മീരിന്റെ മണ്ണ് ഇനി മുതൽ തീവ്രവാദ മുക്തമാക്കും. ഇനി പാറിപ്പറക്കുക നമ്മുടെ മൂവർണ്ണ കൊടി മാത്രം. അതെ, പാകിസ്ഥാൻ എപ്പോഴും ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് ഇന്ത്യയും പാകിസ്ഥാനുമായി വെടിനിർത്തലിനും സമാധാനത്തിനുമായുള്ള ചർച്ചകൾ നടത്താൻ തയ്യാറാകണമെന്ന്. അതിന് ഇന്ത്യ തയ്യാറാകണം എന്നാണ് പാകിസ്ഥാൻ്റെ ആവശ്യം. പക്ഷേ എന്തുകൊണ്ടാണ് രാജ്യം അതിന് താല്പര്യം കാണിക്കാതെ മുഖം തിരിച്ചു നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരൊറ്റ കാര്യമേ അതിന് പിന്നിലുള്ളൂ: പാകിസ്ഥാൻ അന്നും ഇന്നും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദമായിരുന്നു പാകിസ്ഥാൻ്റെ ഉപജീവന മാർഗമെങ്കിൽ ഇപ്പോൾ അതിർത്തി കടക്കാൻ പാക് തീവ്രവാദികൾക്ക് ഭീതിയാണ്. കാരണം ഇന്ത്യൻ സേന അന്നും ഇന്നും ജാഗരൂകരാണ് അതിർത്തികളിൽ. അതുകൊണ്ട് തന്നെയാണ് ഈ ഭീകരവാദം വീണ്ടും വീണ്ടും പ്രോത്സാഹിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇന്ത്യ പാകിസ്ഥാനുമായി ചർച്ച നടത്താത്തത്. പാകിസ്ഥാൻ സർക്കാർ വലിയ രീതിയിൽ തന്നെ ജെയ്ഷെ മുഹമ്മദിനടക്കം എല്ലാ സഹായവും നൽകുന്നുണ്ട് അന്നും ഇന്നും. അതുകൊണ്ട് തന്നെ അതിർത്തിക്കപ്പുറത്ത് നിന്നും വലിയ രീതിയിൽ ഭീകരാക്രമണ ശ്രമമൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. നിലവിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് പാകിസ്ഥാൻ എന്നാണ് ഭീകരവാദം തുടച്ചു നിൽക്കുന്നത് അന്ന് വരെ പാകിസ്ഥാനുമായി ഒരു ചർച്ചയും ഉണ്ടാകില്ലെന്നാണ്. ആദ്യം പാകിസ്ഥാൻ ആഭ്യന്തര ഭീകരവാദം അവസാനിപ്പിക്കണം. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കണമെന്ന നാഷണൽ കോൺഫറൻസും കോൺഗ്രസും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യത്തിന്റെ ആവശ്യവും അമിത്ഷാ അതുകൊണ്ട് തന്നെ ശക്തമായി എതിർത്തു. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് മുന്നോടിയായി നൌഷരിൽ നടന്ന തെരഞ്ഞെടുപ്പ് റാലിയിലാണ് അമിത്ഷാ തന്റെ നിലപാട് വീണ്ടും വീണ്ടും വ്യക്തമാക്കിയത്. ആർട്ടിക്കിൾ 370 തിരികെ കൊണ്ടുവരണമെന്നാണ് ഫാറൂഖ് അബ്ദുള്ള അടക്കം പറയുന്നത്. എന്നാൽ ആർക്കും തന്നെ ഇനി ആർട്ടിക്കിൾ 370 തിരികെ എത്തിക്കാനാകില്ല. ഇന്ന് കാശ്മീരിൽ ബങ്കറുകൾ ആവശ്യമില്ല. കാരണം ആരും സൈനികരെ വെടിവെക്കാൻ ധൈര്യപ്പെടുന്നില്ല. ജനവും ഇന്ന് സുരക്ഷിതർ. വെടിയുതിർത്താൽ തിരിച്ചും വെടിയുണ്ട കൊണ്ട് തന്നെ ഇന്ത്യൻ സേന മറുപടി നൽകും. ഷെയ്ഖ് അബ്ദുള്ളയുടെ കൊടി കശ്മീരിൽ പാറിക്കണമെന്നാണ് ഭീകരവാദികളുടെ ലക്ഷ്യം. എന്നാൽ ത്രിവർണ്ണ പതാക മാത്രമേ ഇനി അങ്ങോട്ട് കശ്മീരിന്റെ മണ്ണിൽ ഉയരുകയുള്ളൂ എന്ന ഉറപ്പാണ് അമിത്ഷാ നൽകിയത്. കഴിഞ്ഞ 30 വർഷവും ജമ്മു കാശ്മീരിൽ ഭീകരവാദം തുടരുകയായിരുന്നു. 30 വർഷത്തിൽ 3000 ദിവസവും നിരോധനാജ്ഞ. 40,000-ഓളം ജനങ്ങളാണ് കൊല്ലപ്പെട്ടത്. കശ്മീർ കത്തുമ്പോൾ ഫാറൂഖ് അബ്ദുള്ള ലണ്ടനിൽ അവധിക്കാലം ആഘോഷിക്കുകയായിരുന്നെന്നും അമിത്ഷാ ആരോപിച്ചു. പാകിസ്ഥാനുമായി ചർച്ച നടത്തണമെന്നാണ് പാകിസ്ഥാൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നത്. ജയിലിലടച്ച ഭീകരരെ മോചിപ്പിക്കണമെന്നാണ് ജമ്മു കശ്മീരിലെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ തീവ്രവാദികളെ ഒന്നൊന്നേ തുടച്ചു നീക്കിയെന്നും ഒരു ഭീകരനും ഇനി കശ്മീർ മണ്ണിൽ സ്വതന്ത്രനായി ഇറങ്ങി നടക്കില്ലെന്നും അമിത്ഷാ ഉറപ്പു നൽകുന്നു. ജനങ്ങൾക്ക് ആർട്ടിക്കിൾ 370 വേണ്ട. ഇപ്പോൾ ജമ്മുവിൽ എല്ലാത്തരം ആഘോഷങ്ങളും നടക്കുന്നു. അത് ജനം കേന്ദ്ര സർക്കാരിൽ അർപ്പിക്കുന്ന വിശ്വാസം ഒന്നുകൊണ്ട് തന്നെയാണ്. കശ്മീരിൽ നിന്ന് തോക്കുകളും ആയുധങ്ങളുമല്ല കഥ പറയുന്നത്. സാംസ്കാരിക കാശ്മീരും ടൂറിസം കാശ്മീരുമാണ് ഇന്ന് കാശ്മീരിൻ്റെ കഥ ലോകത്തെമ്പാടും വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് തന്നെ കാശ്മീരിനെ ഇനി ഒരു തരത്തിലും പഴയ പടിയിലേക്ക് തിരികെ വിട്ടുകൊടുക്കാൻ ഇന്ത്യ തയ്യാറല്ല എന്നാണ് അമിത്ഷായുടെ ശക്തമായ നിലപാടും.